ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണിത്. മലയാളം മീഡിയം ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ക്ലാസ് 7 സോഷ്യൽ സയൻസ് പാർട്ട് 1. അതിലെ ആദ്യ ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യ എന്ന ചാപ്റ്ററിലെ മുഴുവനായിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ, അതിൽ ഇടയിൽ ക്വസ്റ്റ്യൻസ് വരും, അതിൻ്റെ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് വരും, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ 2 ക്ലാസ്സുകളായിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 2 ക്ലാസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. പാർട്ട് 2 വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ മിഡീവൽ ഇന്ത്യ. അപ്പം മിഡീവൽ ഇന്ത്യയിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് എന്ന് നമ്മൾ ഈ ചാപ്റ്റർ പോകെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഒബ്സർവ് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ഫിഗറുകൾ നോക്കൂ. ദീസ് ആർ ദ ഹിസ്റ്റോറിക്കൽ റിലിക്സ് ഓഫ് 2 കിങ്ഡംസ് ദാറ്റ് റൂൾ മിഡീവൽ ഇന്ത്യ. അപ്പം മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ ഭരിച്ച ഹിസ്റ്റോറിക്കൽ റിലിക്സിൽ 2 ഇമ്പോർട്ടൻറ്റ് കിങ്ഡംസ് ഉണ്ട്. 2 രാജവംശങ്ങൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണത്. നമുക്ക് നോക്കാം. യു മേ ബി ഫെമിലിയർ വിത്ത് ദ ഫസ്റ്റ് വൺ. യു മൈറ്റ് ഹാവ് സീൻ അവർ പ്രൈം മിനിസ്റ്റർ ഹോയിസ്റ്റിംഗ് ദ നാഷണൽ ഫ്ലാഗ് ഹിയർ ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. ആദ്യത്തെ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ അവിടെ നിന്നാണ് നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തുക, നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുക. ദ ഫസ്റ്റ് ഫിഗർ ഇസ് ദ റെഡ് ഫോർട്ട്. ആദ്യത്തെ ഫിഗർ റെഡ് ഫോർട്ട് ആണ്. ബിൽറ്റ് ഇൻ ഡൽഹി ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ. അപ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാന്റെ കാലഘട്ടത്തിൽ ബിൽഡ് ചെയ്ത, പണി കഴിപ്പിച്ച റെഡ് ഫോർട്ട് ആണ് ആദ്യത്തെ ചിത്രത്തിലുള്ളത്. രണ്ടാമത്തെ ചിത്രം ഹംപിയാണ്. ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര സാമ്രാജ്യം, നമ്മുടെ സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യ ഭരിച്ച വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ആയിരുന്ന ഹംപിയാണ് നമ്മൾ കാണുന്ന രണ്ടാമത്തെ ചിത്രം. സൗത്ത് ഇന്ത്യയിൽ അതേ കാലഘട്ടത്തിൽ, അതായത് നോർത്ത് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ മുഗൾ ഭരണമായിരുന്നെങ്കിൽ അതേ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യ ഭരിച്ചത് വിജയനഗര സാമ്രാജ്യം എന്ന അല്ലെങ്കിൽ ആ ഒരു വിജയനഗര സാമ്രാജ്യമായിരുന്നു ഇവിടെ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ 2 കിങ്ഡത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതായത് മുഗൾ അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിക്കും, വിജയനഗര സാമ്രാജ്യവും നമ്മൾ പഠിക്കും. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ തുടങ്ങുന്നത് മുഗൾ റൂളാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം മുഗൾ ഭരണത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് 6 റൂളേഴ്സിനെ കുറിച്ചാണ്. അതിന് നിങ്ങൾക്ക് ഞാനൊരു കോഡ് പറഞ്ഞു തരാം. ഓർഡറിൽ തന്നെ ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. ബജ്സ. ഓക്കെ, ബജ്സ എന്താ? ബി ബാബർ, ബാബറിന് ശേഷം ഹുമയൂണിന് ശേഷം അക്ബറിന് ശേഷം ജഹാംഗീറിന് ശേഷം ഷാജഹാന് ശേഷം ഔറംഗസേബ്. ബജ്സ എന്ന കോഡിൽ ഓർഡറിലാണ്. ആദ്യം ബാബറാണ് ഭരിച്ചത്. ബാബർ എക്സ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. 1526 ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ചു. മുഗൾ റൂൾഡ് ഇന്ത്യ ടിൽ 1857 വിത്ത് ഡൽഹി ആസ് ദർ ക്യാപിറ്റൽ. 1857 വരെ ആര് ഭരിച്ചു? ഡൽഹി ക്യാപിറ്റലാക്കി മുഗളന്മാരാണ് ഇന്ത്യ ഭരിച്ചത്. ഡു യു നോ ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്? അപ്പോൾ അവർ ചോദിക്കുന്നത് മുഗൾ ഭരണ കാലഘട്ടത്തിലെ മെയിൻ ഭരണാധികാരികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദ്യം. ആ ഭരണാധികാരികളുടെ പേരാണ് ഈ താഴെ തന്നിരിക്കുന്നത്. അവരെ പഠിക്കേണ്ട കോഡാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. എല്ലാവരുടെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഈ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ബ്രിട്ടീഷുകാരുടെ ആ ഒരു ആധിപത്യത്തിന് മുമ്പ് ആണ് ഇതൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ, മുഗൾ ഭരണം ഉണ്ടായിരുന്നത്. അതാണ് 1526, 1526. സോ ബാബർ, ആദ്യത്തെ ആള് ബാബറാണ്. രണ്ടാമത് ഹുമയൂൺ ആണ്. മൂന്നാമത് അക്ബർ, ദെൻ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് എന്ന് പറയുക. സോ ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ഈ 6 പേരുടെ പേരും ബജ്സ കോഡിൽ നിങ്ങൾക്കത് കിട്ടും.
You may have identified the important Mughal rulers from the picture. ഇനി നമുക്ക് ഇവരുടെ പിക്ചേഴ്സ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആരാണ് ഇവർ ഓരോരുത്തർ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കളക്ട് പിക്ചേഴ്സ് ഓഫ് മുഗൾ കിങ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആൽബം ഇങ്ങനെ തയ്യാറാക്കുക. കണ്ടല്ലോ, ബാബറിന്റെ ചിത്രമാണ് ആദ്യം. ഇദ്ദേഹമാണ് മുഗൾ എംപയറിന്റെ ഫൗണ്ടർ. ബാബർ വാസ് എ ഡിസെൻഡന്റ് ഓഫ് തിമൂർ ആൻഡ് ചെങ്കിസ് ഖാൻ. അപ്പോൾ തിമൂറിൻ്റെയും ചെങ്കിസ് ഖാൻ്റെയും പിന്തുടർന്നാണ് ആര് വരുന്നത്? ബാബർ വരുന്നത്. അദ്ദേഹമാണ് ഇബ്രാഹിം ലോധീനെ പരാജയപ്പെടുത്തി 1526 മുഗൾ ഭരണം ഇന്ത്യയിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഇവിടെ ഉണ്ടായിരുന്ന സുൽത്താൻമാരാണ്. സുൽത്താൻ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ എന്താണ്? മുഗൾ റൂളേഴ്സിനെ കുറിച്ചാണ്. പക്ഷേ മുഗളന്മാർ ഇന്ത്യയിൽ ആക്രമിച്ച് കീഴടക്കി ഇന്ത്യയിൽ ഭരണം നടത്തിയതിന് മുമ്പ് ഇവിടെ ആരുണ്ടായിരുന്നു? സുൽത്താൻമാരുണ്ടായിരുന്നു. സുൽത്താൻ ഭരണം ഉണ്ടായിരുന്നു, സുൽത്താനേറ്റ്. ഓക്കെ, ആ സുൽത്താൻമാരിൽ ലാസ്റ്റ് വരുന്ന ആളാണ് ഇബ്രാഹിം ലോധി. ആ ഇബ്രാഹിം ലോധീനെ യുദ്ധം, ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറഞ്ഞാൽ പാനിപ്പത്ത് വാറാണ്. പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബാബർ. അങ്ങനെ ബാബർ മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കുകയാണ് കേട്ടോ. അടുത്തത് വരുന്ന ആളാണ് ഹുമയൂൺ. ബാബറിൻ്റെ മകനാണ് ഹുമയൂൺ. ഇദ്ദേഹം struggled to maintain his father's conquest and was temporarily ousted by ഷേർഷാ സൂരി. പക്ഷേ ഇടയിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ആരെ നേരിടേണ്ടി വന്നു? ഷേർഷാ സൂരി വരും. സൂർ രാജവംശം സ്ഥാപിക്കും ഷേർഷാ സൂരി വന്നിട്ട്. ഓക്കെ, അതിനുശേഷമാണ് അയാൾ എന്ത് ചെയ്യുന്നത്? 1555 വീണ്ടും അധികാരത്തിൽ വരും, പിന്നെ മരിക്കും. ഇങ്ങനെയാണ് ഹുമയൂൺ വരുന്നത്. ഹുമയൂണിന് ശേഷം അക്ബർ, ഹുമയൂണിൻ്റെ മകൻ അക്ബർ വരുന്നുണ്ട്. അദ്ദേഹമാണ് ശരിക്കും മുഗൾ സാമ്രാജ്യം ഒരുപാട് എക്സ്പാൻഡ് ചെയ്തത്. പ്രൊമോട്ടിംഗ് പോളിസീസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഈ സ്ട്രെയിൻ മാർക്കറ്റ് എ ഗോൾഡൻ ഏജ് ഓഫ് മുഗൾ കൾച്ചർ ആൻഡ് എക്കണോമി. മുഗൾ കാലഘട്ടത്തിലെ ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നത് അക്ബറിന്റെ കാലഘട്ടമാണ്. സോ ബാബർ, ഹുമയൂൺ, അക്ബർ. ഇനി അടുത്ത 3 ആളുകൾ ആരൊക്കെയെന്ന് നോക്കാം. ജഹാംഗീർ ആണ്. ജഹാംഗീർ അക്ബറിന്റെ മകനാണ്. ജഹാംഗീർ കണ്ടിന്യൂഡ് ഹിസ് ഫാദേഴ്സ് പോളിസീസ് ബട്ട് ഫേസ്ഡ് ഇന്റേണൽ റിബല്യൻസ് ആൻഡ് എക്സ്റ്റേണൽ ത്രെറ്റ്സ്. അക്ബറിന്റെ പോളിസീസ് എല്ലാം ഫോളോ ചെയ്തെങ്കിലും അയാൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഹി വാസ് എ പാട്രൺ ഓഫ് ദ ആർട്സ് ആൻഡ് ഹിസ് കോഡ് സോ സിഗ്നിഫിക്കൻറ്റ് കൾച്ചറൽ ഡെവലപ്മെന്റ്സ്. ജഹാംഗീറിന് ശേഷം വരുന്നത് ഷാജഹാൻ ആണ്. Best known for commissioning the Taj Mahal, Shahjahan's reign is often considered the pinnacle of Mughal architecture. His rule, however, entered in imprisonment by his son Aurangzeb. സോ അദ്ദേഹത്തിന് ശേഷം ഷാജഹാൻ വരും. ഷാജഹാൻ മുഗൾ ആർക്കിടെക്ചറിൻ്റെ, നമുക്കറിയാം താജ്മഹലൊക്കെ പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ് കേട്ടോ, ഷാജഹാനാണ്. പക്ഷേ ഷാജഹാനെ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഔറംഗസീബ് തടവിലാക്കുന്നുണ്ട്. അടുത്ത ആളാണ് ഔറംഗസീബ്. ഷാജഹാന്റെ മകനാണ് ഔറംഗസീബ്. ദ ലാസ്റ്റ് ഓഫ് ദ സ്ട്രോങ് മുഗൾ റൂളർ ആണ് ഔറംഗസീബ്. എക്സ്പാൻഡഡ് ദ എംപയർ ടു ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് എക്സ്റ്റെൻറ്റ്. However, his reign was also marked by religious intolerance, heavy taxation and prolonged military campaigns, leading to the empire's eventual decline. പക്ഷേ ഔറംഗസീബിന്റെ ഭരണം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. അവസാനം അത് ഡിക്ലൈൻ ആയി. അങ്ങനെ മുഗൾ സാമ്രാജ്യം അവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് ബ്രിട്ടീഷുകാർ വരുന്ന കഥയാണ് കേട്ടോ. നമുക്കിവിടെ മിഡീവൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയും പഠിച്ചാൽ മതി. കണ്ടല്ലോ, മുഗൾ എംപയറിൻ്റെ അവരുടെ വാസ്റ്റ് കിങ്ഡമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നൈബറിങ് കൺട്രീസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യമായിരുന്നപ്പോൾ ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സിസ്റ്റിംഗ് കൺട്രീസ് ഫോർ മുഗൾസ് ആഡ് എക്സ്റ്റെൻഡഡ് ദെയർ റൂൾ. ഇനി ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മുഗൾസും ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തുമാണ്. പാനിപ്പത്ത് വാർ നിങ്ങൾ വായിച്ചാൽ മതി. ഇത് നമുക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. എക്സ്റ്റെൻഡഡ് റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അത് വായിക്കുക. സോ ഇവിടെ നമുക്ക് ഒരു വായിക്കാനുള്ളത് തന്നിട്ടുണ്ട്, ജസ്റ്റ് വായിക്കുക. ദിസ് ഇസ് എൻ ഒബിച്വറി റിട്ടൺ ബൈ ജെസ്യൂട്ട് പ്രീസ്റ്റ് പിയറി ജാരിക് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എംപറർ അക്ബർ. 1605 അക്ബർ മരിച്ചതിന് ശേഷം ജെസ്യൂട്ട് പ്രീസ്റ്റ് എഴുതിയ ഒരു എന്താ പറയുക ഒബിച്വറിയാണ്. ഒന്ന് വായിച്ചു നോക്കുക. വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മുഗൾ റൂളർ അക്ബർ ഫ്രം ദ എബവ് നോട്ട്. അക്ബറിനെ കുറിച്ച് ഈ മേലെ നിന്ന് വായിച്ചതിന് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നാണ്. അക്ബർ വാസ് എ പവർഫുൾ റൂളർ. റിലീജിയസ് ടോളറൻസ് ഉണ്ടായിരുന്നു, ഇക്വാലിറ്റി, ജസ്റ്റിസ് ഇതെല്ലാം നിലനിർത്തിയിരുന്ന റൂളർ ആയിരുന്നു. അടുത്തത് നോക്കൂ, 1575
അക്ബർ ബിൽഡ് ഇബാദത് ഖാന ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി. അപ്പോൾ അക്ബറിന്റെ ഒരു പുതിയ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ഇബാദത് ഖാന. അദ്ദേഹം ബിൽഡ് ചെയ്തതാണ് ഇബാദത് ഖാന ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരത്തിൽ. Scholars and dignitaries of various religions used to gather here. These discussions speak volumes about Akbar's policy of religious tolerance. അതിനുശേഷം അപ്പോൾ ഇവിടെ അക്ബറിന്റെ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി ആണ് ഇബാദത് ഖാന. അവിടെ അദ്ദേഹം പണി കഴിപ്പിച്ചതാണ്. പിന്നെ ദിൻ ഇലാഹി എന്ന് പറയുന്ന ഒരു റിലീജിയൻ അദ്ദേഹം കൊണ്ടുവന്നു, ഒരു മതം. അത് അക്ബറിന്റെ അതും വേണം കേട്ടോ. ദിൻ ഇലാഹി ഹിസ് വിഷണറി റിലീജിയൻ ആണ്. ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻസ്, എല്ലാ മതങ്ങളിലുമുള്ള നല്ല കാര്യങ്ങളെ കോമ്പിനേറ്റ് ചെയ്താണ് ദിൻ ഇലാഹി അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. സുൽഫി കുൾ എന്ന് നമുക്കതിനെ പറയാം. He aimed to clarify the idea that all visions are for the welfare of human beings. എല്ലാ മതങ്ങളും എന്തിനു വേണ്ടിയിട്ട് തന്നെയാണുള്ളത്? മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നതായിരുന്നു അദ്ദേഹം കൺവേ ചെയ്യാൻ ശ്രമിച്ച മെസ്സേജ്. ദ അബോളിഷൻ ഓഫ്, പിന്നെ അദ്ദേഹം ചെയ്ത കാര്യമാണ് റിലീജിയസ് ടാക്സ്, മതനികുതി എന്ന് പറയും. അത് അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. അതുവരെ മതനികുതി കൊടുക്കേണ്ടിയിരുന്നു, ജസിയ. ആ ജസിയ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. Proved that Akbar followed tolerance in the administrative field as well. People from all sects were treated equally in all spheres of the Mughal rule. മുഗൾ ഭരണകാലത്ത് എല്ലാവരെയും അദ്ദേഹം തുല്യമായി പരിഗണിച്ചു. രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ് ആൻഡ് ബീർബൽ were prominent among those who held high positions in the royal court of Emperor Akbar. അപ്പോൾ അക്ബറിന്റെ സദസ്സിലുണ്ടായിരുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള ആളുകളുടെ പേര് പഠിക്കുക. രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ്, ബീർബൽ. അടുത്തത്, വാട്ട് വാസ് അക്ബേഴ്സ് എയിം ഇൻ ബിൽഡിംഗ് ഇബാദത് ഖാന? ആൻസർ നമുക്ക് നോക്കാം. എന്തിനാണ് അദ്ദേഹം ഇബാദത് ഖാന പണി കഴിപ്പിച്ചതെന്നാണ്. Akbar constructed Ibadat Khana as a place for discussions on religious and philosophical matters including Islam, Hinduism, Christianity, Jainism and Zoroastrianism. His objective was to work for religious tolerance. അപ്പോൾ എല്ലാ മതങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എന്തുണ്ടാക്കിയത്? ഇബാദത് ഖാന പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? വാസ് ടു വർക്ക് ഫോർ റിലീജിയസ് ടോളറൻസ്, റിഡ്യൂസ് റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആൻഡ് കൾട്ടിവേറ്റ് ഡിസ്കഷൻസ് ഓഫ് തോട്ട്. This effort supported his objective of achieving worldwide harmony and played a role in the advancement of his blended religion, Din-e-Ilahi. അടുത്തത് നമുക്കവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഡിഡ് അക്ബേഴ്സ് പോളിസീസ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് റിലീജിയസ് ടോളറൻസ് എമംഗ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ആണ്. ഇത് നിങ്ങൾ ക്ലാസ് ഡിസ്കഷൻ നടത്താനാണ്. ഇനി അടുത്തത് മുഗൾ ആർമിയാണ്. During Mughal period, a strong army was needed to expand the kingdoms as well as to maintain the expanded kingdom. മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഒരു സ്ട്രോങ് ആർമി ആവശ്യമായിരുന്നു. അങ്ങനെ മാൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ അക്ബർ. അക്ബർ കൊണ്ടുവന്ന മിലിറ്ററി സിസ്റ്റമാണ് മാൻസബ്ദാരി. അക്കോർഡിംഗ് ടു ദിസ്, അക്കോർഡിംഗ് ടു ദിസ് each officers had a regiment under him. ഓരോ ഓഫീസേഴ്സിനും താഴെ ഒരു റെജിമെന്റ് ഉണ്ടാവും, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. The title Mansab refers to the number of cavalry each officer is required to maintain. എന്താ മാൻസബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആളുടെ കീഴിൽ, ഒരു മാൻസബിന്റെ കീഴിൽ ഇത്ര ആൾക്കാർ, ഇത്ര കാവാലറി, ഇത്ര സൈന്യം, ഇത്ര പട ഉണ്ടായിരുന്നു, ഇത്ര കുതിരകൾ, ഇത്ര ആനകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു നമ്പർ ഓഫ് കാവാലറി ഉണ്ടായിരുന്നു, ഇത്ര ആളുകൾ. ഓക്കെ. The rank of Mansab is determined by the number of soldiers to be maintained. അപ്പോൾ ഈ മാൻസബിൻ്റെ റാങ്ക്, അപ്പോൾ നമ്മുടെ അണ്ടറിൽ ഒരു 10 സോൾജേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് ഇത്ര. നമ്മുടെ അണ്ടറിൽ ഒരു 50 സോൾജേഴ്സ് ഉണ്ട്, നമ്മളാണ് ഹെഡ്, നമ്മുടെ താഴെ ഒരു 50 സോൾജേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് കൂടും. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. And this system was implemented as an alternative to maintain army paying directly from the state checker. മാൻസബ്ദാസ് were allotted land according to their ranks. അപ്പോൾ മാൻസബ്ദാസിന് അവരുടെ റാങ്ക് അനുസരിച്ച് ലാൻഡ് കിട്ടുമായിരുന്നു. The Mansabdar maintained his army by collecting tax from land allotted to them. The support of the nobles and the military was necessary to carry forward the regime strongly. Mansabdari system was implemented to achieve this objective. ഇനി മാൻസബ്ദാരി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ ആവശ്യമുള്ളവർ ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇത് നോട്ട് ചെയ്യുക കേട്ടോ ആവശ്യമുള്ളവർ.
അടുത്തത് മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. മുഗൾ ഭരണത്തെ നമ്മൾ നാലായി തിരിച്ചു: സുബ, സർക്കാർ, പർഗാന, ഗ്രാമ. അപ്പൊ അക്ബറിന്റെ പീരീഡിലാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. Emperor was the sovereign authority of the country, the commander-in-chief, the lawmaker and the supreme judge. എല്ലാം emperor തന്നെയാണ്. During the Mughal period, there were no separate courts for the administration of justices today. മുഗൾ ഭരണകാലത്ത് കോടതികൾ സെപ്പറേറ്റ് ആയിട്ട് ഇല്ലായിരുന്നു. ഇൻസ്റ്റഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ്, അതായത് ഗാസി എന്ന് പറഞ്ഞ ലോക്കൽ ആയിട്ടുള്ള റിലീജിയസ് സ്കോളേഴ്സ് ഉണ്ട്. അവരാണ് ഇൻവെസ്റ്റിഗേഷനും അന്വേഷണവും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവരാണ്. Those who were dissatisfied with this decision had the opportunity to complain directly to the emperor. അപ്പോൾ ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്ത ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ രാജാവിനോട് കംപ്ലൈൻറ്റ് പറയാം. Ministers and heads of departments were appointed to advise the king on administrative matters. ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? മന്ത്രിമാരും ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ഒക്കെ ഉണ്ട്. ഇനി അന്നത്തെ ഇവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. European travelers and traders who visited India at that time recorded about the society during the Mughal period. A feudal social system existed at that time. അന്ന് ഒരു ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നു. സൊസൈറ്റീനെ ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്നത് കോമൺ മാൻ ആണ്, ബോട്ടം ഓഫ് ദ സൊസൈറ്റി കേട്ടോ. കിങ് ആണ് ടോപ്പിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും മേലത്തട്ടിൽ കിങ്ങും താഴെത്തട്ടിൽ സാധാരണ മനുഷ്യൻ, സാധാരണ കോമൺ മാൻ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണെങ്കിലോ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം ആയിരുന്നു. ഒരുപാട് ആളുകൾ, മോസ്റ്റ് ഓഫ് ദ ആളുകളും അന്ന് കൃഷിക്കാരായിരുന്നു. കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, ജാതി ഉണ്ടായിരുന്നു. കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽ. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായിട്ടുള്ള രീതികളും റിച്വൽസും ഉണ്ടായിരുന്നു. ടവേണിയർ എ ഫ്രഞ്ച്, അപ്പോൾ അന്നത്തെ ഇവിടെ വിസിറ്റ് ചെയ്ത ഒരു ഫ്രഞ്ച് സഞ്ചാരിയാണ് ടവേണിയർ, ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് മുഗൾ പീരീഡ്. മുഗൾ ഭരണ കാലഘട്ടത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്ത ഫ്രഞ്ച് ട്രാവലറാണ് ടവേണിയർ. റെക്കോർഡഡ് ദ സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. അദ്ദേഹം അന്ന് ഇവിടെ കണ്ട ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ദർ എക്സിസ്റ്റഡ് വൈഡ് ഡിഫറൻസസ് ഇൻ ദ വേ ഓഫ് ലൈഫ്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ക്ലോത്തിങ് ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഓരോ സ്ഥലങ്ങളിലും ആളുകളുടെ ഫുഡ് ഹാബിറ്റ്, ലൈഫ്, ലിവിങ്, ക്ലോത്തിങ് എല്ലാം വ്യത്യസ്തമായിരുന്നു എന്നാണ് അദ്ദേഹം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ബാബർ ഇൻ ഹിസ് മെമ്മോയിസ് റെക്കോർഡഡ് ദ ലേബർ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സിസ്റ്റം പ്രിവാലന്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദോസ് ഡേയ്സ്. അപ്പോൾ ബാബറിൻ്റെ എഴുതി വെച്ച പുസ്തകങ്ങളിലും എന്തുണ്ടായിരുന്നു? അന്ന് കാലത്ത് ലേബർ സിസ്റ്റവും കാസ്റ്റ് സിസ്റ്റവും നിലനിന്നിരുന്നു എന്നും എഴുതി വെച്ചിട്ടുണ്ട്. മേലെ പറയുന്നത് ആഗ്രേനെയും ഫത്തേപൂർ സിറ്റിനെയും കുറിച്ചിട്ടാണ്. വേർ ലാർജർ ദാൻ ദ സിറ്റി ഓഫ് ലണ്ടൻ എന്നാണ് പറയുന്നത്. ലണ്ടൻ സിറ്റിനേക്കാൾ വലുതായിരുന്നത്രേ ആഗ്രയും ഫത്തേപൂർ സിക്രി എന്ന് പറയണത്. അപ്പോൾ അതിൽ ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് റാൽഫിച്ചിൻ്റെ ആണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ്മാൻ ആണ്. മുഗൾ കാലത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഇംഗ്ലീഷ് ആയിട്ടുള്ള ആളാണ് റാൽഫിഷ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വലുതായിരുന്നു ഈ ആഗ്രയും ഫത്തേപൂർ സിക്രിയൊക്കെ അല്ലേ. അതുപോലെ അഗ്രികൾച്ചർ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽ സീഡ്സ്, ഇതെല്ലാമായിരുന്നു മേജർ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. പിന്നെ അബുൾ ഫസൽ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അയൺ ഇ അക്ബറി. അതിൽ അദ്ദേഹം ഇന്ത്യക്കാർ കൾട്ടിവേറ്റ് ചെയ്ത സാധനങ്ങൾ, വെറൈറ്റി ഓഫ് റൈസസിൻ്റെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. Farmer was not evicted from the land as long as he paid tax. The use of technology and new tools enriched the agriculture sector during the Mughal period. അപ്പോൾ പുതിയ ടെക്നോളജി, പുതിയ ടൂളുകളെല്ലാം അഗ്രികൾച്ചർ സെക്ടറിൽ മുഗൾ കാലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. The Persian wheel and canals were widely used for irrigation. അപ്പോൾ ഇറിഗേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പേർഷ്യൻ വീലും കനാൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അബുൾ ഫസലിൻ്റെ ബുക്കിൻ്റെ പേര് ഓർമ്മ വെക്കുക കേട്ടോ. അയൺ ഇ അക്ബറി ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് അബുൾ ഫസൽ? ഒരു പ്രോമിനൻറ്റ് ഹിസ്റ്റോറിയൻ ആണ് മുഗൾ കാലഘട്ടത്തിലെ. ഹി വാസ് അക്ബേഴ്സ് അഡ്വൈസർ ആൻഡ് ബയോഗ്രഫർ. അക്ബറിൻ്റെ അഡ്വൈസറും ബയോഗ്രഫറുമാണ്. ഇദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് വേണം, അയൺ ഇ അക്ബറി ആൻഡ് അക്ബർനാമ. അടുത്തത് നമുക്ക് വേണ്ടത്
ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂടിയപ്പോൾ അത് കച്ചവടത്തിനും നഗരവൽക്കരണത്തിനും എല്ലാം കാരണമായി. ഗുജറാത്ത് ആയിരുന്നു ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗൂഡ്സ് എന്നറിയപ്പെട്ടത്. കാരണം ഗുജറാത്തിൽ തുറമുഖങ്ങളുണ്ട്, അതുവഴി കച്ചവടങ്ങൾ നടന്നു, ഷിപ്പ് വഴിയൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് എന്തൊക്കെയായിരുന്നു? ടെക്സ്റ്റൈൽസ്, മുസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ് ഒക്കെ ആയിരുന്നു. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് this period. The major cities of this period were Dhaka, Murshidabad, Surat, Lahore, Agra ഒക്കെ ആയിരുന്നു അന്നത്തെ മുഗൾ സിറ്റീസ്. അപ്പോൾ മുഗളന്മാർ ഉണ്ടായിരുന്ന അന്നത്തെ സിറ്റി ഇന്ന് ഏത് രാജ്യങ്ങളിലാണെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ധാക്ക ഇന്നത്തെ ബംഗ്ലാദേശിലാണ്, മുർഷിദാബാദ് ഇന്നത്തെ വെസ്റ്റ് ബംഗാളാണ്, ലാഹോർ പാകിസ്ഥാനിലാണ്, അതുപോലെ സൂറത്ത് ഗുജറാത്തിലാണ്, ആഗ്ര ഡൽഹിയിലാണ്. കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ആണ് അടുത്തത്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഫ്രണ്ട് കവർ ഓഫ് മഹാഭാരതയാണ്. മഹാഭാരതത്തിൻ്റെ ഫ്രണ്ട് കവറാണ് തന്നിരിക്കുന്നത്. ഇത് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ ഇറ. മുഗൾ കാലഘട്ടത്തിൽ ഇത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ ഷാജഹാൻ. നമുക്കറിയാം താജ്മഹൽ പണി കഴിപ്പിച്ച ഷാജഹാൻ്റെ മകന്, വേറൊരു മകനും കൂടി ഉണ്ട്, ദാരാ ഷിക്കോവ് കൂടാതെ ഔറംഗസേബ് എന്ന് പറഞ്ഞൊരു മകനും കൂടി ഷാജഹാൻ ഉണ്ട്. അപ്പോൾ ഷാജഹാനെ തടവിലാക്കിയത് ഇയാളാണ്, ഔറംഗസേബാണ്. ഷാജഹാന്റെ വേറൊരു മകനാണ് ദാരാ ഷിക്കോവ്. അയാളാണ് മഹാഭാരതം പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്ത് എഴുതിയത് കേട്ടോ. ആൻഡ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ദ മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. സച്ച് ബ്ലെൻഡിങ് ഓഫ് കൾച്ചർ ടുക്ക് പ്ലേസ് ഇൻ മെനി റീജിയൻസ്. അപ്പം നമുക്ക് ആ ബ്ലെൻഡിങ് ഒന്ന് നോക്കാം. താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് are examples of fusion of Indian architectural styles with Persian style. അപ്പോൾ ഇന്ത്യൻ സ്റ്റൈലും പേർഷ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചറും നമുക്ക് എവിടെ കാണാം? താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ടിലൊക്കെ പോയാൽ കാണാം. ഓക്കെ, ഉറുദു ന്യൂ ലാംഗ്വേജ് was also formed by the fusion of Persian and Hindi languages. പേർഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും മിക്സ് ചെയ്താണ് ഉറുദു ഭാഷ ഉണ്ടായത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്, അപ്പോൾ ഇതിലൊക്കെ ഒരു നമുക്ക് പേർഷ്യൻ സ്റ്റൈൽ കാണാൻ പറ്റും. ഇന്ത്യൻ സ്റ്റൈലും പേർഷ്യൻ സ്റ്റൈലും കാണാൻ പറ്റും. എവിടെ? താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ടിൻ്റെ കൺസ്ട്രക്ഷനിൽ. ഉറുദു ഭാഷ പേർഷ്യൻ ഹിന്ദി മിക്സാണ്. ഹിന്ദുസ്ഥാനി സംഗീതവും പേർഷ്യൻ ആണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ്. താജ്മഹലിൻ്റെ കൺസ്ട്രക്ഷനിൽ ആ മകുടങ്ങൾ, ഈ കാണുന്ന മകുടങ്ങൾ എന്താണ്? അവരുടെ പേർഷ്യൻ സ്റ്റൈലാണ്. ഇതിലും കണ്ടല്ലോ നിങ്ങൾ, ആഗ്ര ഫോർട്ടാണ്. താജ്മഹലിനേക്കാളും കാണാനുള്ളത് ആഗ്ര ഫോർട്ടിലാണ്. കണ്ടല്ലോ, ഇവിടെയും എന്തുണ്ട്? ഈ പറയുന്ന അവരുടെ ആർക്കിടെക്ചർ സ്റ്റൈൽ നമുക്ക് കാണാം. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 2ൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിജയനഗര സാമ്രാജ്യമാണ്. വിജയനഗര എംപയറിനെ കുറിച്ചാണ്. സോ നിങ്ങൾക്ക് കുറച്ച് സ്പീഡായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പൗസ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത് നമുക്ക് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്ലാസ്സുമായി കാണാം. ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.